അപ്പോൾ വിസയൊക്കെ കിട്ടി റെഡിയായി. ഇനി നമുക്ക് ഒരു വലിയൊരു ലിസ്റ്റ് ഉണ്ടാക്കണം. കൊണ്ടുവരാനുള്ള സാധനങ്ങൾ എന്തൊക്കെ എടുക്കണം, മേടിക്കണം, ഇല്ലാത്തത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ വേണ്ട പേപ്പേഴ്സ്, ഡോക്യുമെൻറ്റ്സ്, കാര്യങ്ങൾ, പാസ്പോർട്ട് മുതൽ നമ്മളിപ്പോൾ സ്റ്റുഡൻ്റായിട്ട് വരുവാണെങ്കിൽ നമ്മൾ അവിടുത്തെ എല്ലാ പേപ്പേഴ്സും, പിന്നെ നമ്മൾ കോപ്പി എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ എടുക്കുന്നതിൻ്റെ എല്ലാം തന്നെ ഒരു കോപ്പി 2 കോപ്പിയൊക്കെ എടുക്കുക. ഒരു കളറില്ലാത്തത്, ഇനി 2 കളർ എടുക്കാൻ പറ്റുമെങ്കിൽ അത്. മൊത്തത്തിൽ നമുക്ക് കൊണ്ടുപോകാവുന്ന വെയിറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ കോപ്പീസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം വരുമ്പോൾ വെയിറ്റ് വരുന്നുണ്ട് പറയുന്നത്. മൊത്തത്തിൽ നമുക്ക് എത്ര എടുക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ട് ഓരോ ഐറ്റം അതിനനുസരിച്ചിട്ട് എടുക്കുക. പ്രത്യേകിച്ച് ഈ ഫുഡ് ഐറ്റത്തിൻ്റെ കേസൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ എന്തോരം കൊണ്ടുവന്നാലും മതിയാവില്ല എന്ന് നമുക്ക് ഉറപ്പായിട്ടും തോന്നും. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സിൻ്റെ കേസെല്ലാം സെറ്റ് ചെയ്യുക ആദ്യമേ തന്നെ. അത് എന്തൊക്കെയാണെന്നുള്ളൊരു കാര്യം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവരുമായിട്ട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി കറക്റ്റായിട്ട് ഒന്നും വിട്ടുപോകാതെ നമ്മൾ അത് സെറ്റാക്കി. അടുത്തതായിട്ട് ഇലക്ട്രോണിക്സ്, എന്തൊക്കെ ഐറ്റംസാണ് മൊബൈൽ, ലാപ്ടോപ്പ്, ചാർജർ, അഡാപ്റ്റേഴ്സ്, പിന്നെന്താണ് ഹെഡ്സെറ്റ്, ഇതുപോലെയുള്ള എല്ലാ സാധനങ്ങളും. എല്ലാം എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കണം നമുക്ക് എന്തോരം കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഒഴിച്ചുകൂടാനാവാത്ത സാധനങ്ങളെല്ലാം തന്നെ കൊണ്ടുവരിക. പിന്നെ നമ്മുടെ ഡ്രസ്സ്, തുണി, ആ വക ഐറ്റംസൊക്കെ അതൊക്കെ നമ്മൾ പോകുന്ന സ്ഥലത്തെ കാലാവസ്ഥ അനുസരിച്ച് നോക്കി മേടിക്കണം. പിന്നെ ഒരുപാടൊന്നും കൊണ്ടുവന്നില്ലെങ്കിലും വലിയ വിഷയമൊന്നുമില്ല. അതേപോലെ തന്നെ ഉണ്ടല്ലോ, നമ്മൾ ഈ ചെരുപ്പ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴേ വീട്ടിലകത്തൊക്കെ ഇടാനൊരു 2 ചെരുപ്പ് എടുക്കുന്നത് ബെറ്ററാണ്. പിന്നെ നമ്മുടെ ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചെരുപ്പ് നമ്മൾ കൊണ്ടുവരിക എന്താണെങ്കിലും അത് നല്ലതാണ്. അതേപോലെ എല്ലാം നമ്മൾ കാലാവസ്ഥ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ട് വേണം ഈ വക എല്ലാ സാധനങ്ങളും മേടിക്കാനായിട്ട്. പിന്നെ ഈ ബെഡ്ഷീറ്റ് പോലെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ അതും അങ്ങനെ എടുക്കേണ്ട വരില്ല, നമ്മുടെ റൂമിലുണ്ടാവും. അപ്പം ഞങ്ങളെടുത്ത വീട്ടിൽ എന്ന് പറയുമ്പോഴത്തേനും ഈ വക സാധനങ്ങളൊക്കെ അത്യാവശ്യം ഇവിടെ ഉണ്ടായിരുന്നു. അത് എന്നാലും ഞങ്ങൾ 4 പേര് വന്നപ്പം 4 പേരും ഓരോന്നെടുത്ത് സെറ്റപ്പിൽ കൊണ്ടുവന്ന്. പിന്നെ നമ്മൾ ഫുഡ് ഐറ്റംസ് എടുക്കുമ്പോഴത്തേനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ മസാലകൾ, പൊടികൾ, അതുപോലുള്ള സാധനങ്ങൾ എടുക്കുന്നത് നല്ലതാണ്. പിന്നെ അച്ചാർ ഐറ്റംസൊക്കെ എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. വിനാഗിരിയിലിട്ട മുളക്, ആ വക ഐറ്റംസൊക്കെ എൻ്റെ ഒരു രീതി വെച്ചിട്ടാട്ടോ പറഞ്ഞേ. അപ്പോൾ നമുക്ക് നമ്മുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് നോക്കി എടുക്കുക. ഈ വക ഐറ്റംസൊക്കെ ആണെങ്കിലേ കുറേ ഉപകാരമുണ്ട്. പ്രത്യേകിച്ച് അച്ചാർ, ചുമ്മാ കഞ്ഞി കുടിച്ച് പോവാം. പിന്നെ നമ്മുടെ ടൂത്ത് ബ്രഷ്, പേസ്റ്റ്, ബ്രഷ്, ക്രീമുകൾ, അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഐറ്റംസും എടുക്കുക. അത്യാവശ്യം നല്ല സാധനങ്ങൾ മേടിക്കാനായിട്ട് നമ്മൾ നോക്കണം. പിന്നെ നമുക്ക് കിച്ചണിലേക്കുള്ള ഐറ്റംസ്, കത്തി, കടാര, പാത്രം, അങ്ങനെ ഉള്ള ഐറ്റംസ്. അപ്പോൾ കഞ്ഞി വയ്ക്കാനൊരു കുക്കർ എപ്പോഴും ബെറ്ററാണ് കഞ്ഞി കുടിക്കണമെങ്കിലേ. പിന്നെ അതുപോലെയുള്ള സാധനങ്ങളുണ്ടല്ലോ നമ്മൾ മൊത്തത്തിൽ മേടിക്കുന്ന. ഇപ്പോൾ 4 പേരുള്ള ഒരു റൂമിലേക്ക് നമ്മൾ വരുന്നു, അല്ലെങ്കിൽ ഒരു 6 പേരുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ അത് നമ്മൾ ഒരുമിച്ച് പോകുന്നവരൊക്കെ ആണെങ്കിൽ നമ്മളതൊന്ന് പ്ലാൻ ചെയ്യുക. അവിടെ നീ കുക്കർ മേടിക്കുക, ഞാൻ പാത്രം മേടിക്കാം, അങ്ങനെ നമുക്കത് മേടിക്കാം. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇൻ കേസ് നമുക്ക് അത്യാവശ്യം വെയിറ്റൊക്കെ കൊണ്ടുപോകാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ കൂടുതൽ വെക്കാം, അങ്ങനെയൊന്നും വരാറില്ല, പറ്റുമെങ്കിൽ നമ്മളൊരു കുക്കർ നമ്മുടെ സ്വന്തം എന്നുള്ള രീതിയിൽ എടുക്കാൻ പറ്റുന്നത് ഒക്കെ ബെറ്ററാണ്. കാരണം നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരു മാറേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം വരാം. അതുപോലെ തന്നെ ഇപ്പോൾ സെൽഫ് കുക്ക് ചെയ്യുന്ന ടൈമിൽ അങ്ങനെയാണ് പോകുന്നതെങ്കിൽ അതൊക്കെ നമുക്ക് അന്നേരം മനസ്സിലാകും, അതാവശ്യം വരുമല്ലോ എന്നുള്ളൊരിത് നമുക്ക് വരും. പിന്നെന്താണ്, ഈ കത്തി, കടാര, ഈ വക സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുപോലെ പ്ലേറ്റ്, സ്പൂണ്, കുന്തം, ഇതൊക്കെ ഇഷ്ടം പോലെ ഇവിടെ പല ടൈപ്പിൽ, പല കളറിൽ, അങ്ങനെ പല സാധനങ്ങൾ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടാവും. നമ്മളെടുക്കുന്ന റൂമിൽ ഉണ്ടാവണം കേട്ടോ.
അതൊക്കെ നമ്മളിപ്പോൾ റൂം എടുക്കുമ്പോൾ ഒരു ഏജൻറ്റ് വഴിയായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഡീലായിരിക്കും. അപ്പോൾ എങ്ങനെയാണേലും അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചോദിച്ച് ശരിക്കും മനസ്സിലാക്കുക. അതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്നതൊക്കെ വെറും വേസ്റ്റ് ആയിപ്പോയി. ആ ടൈമിൽ അത്രയും നമുക്ക് വേറെ എന്തൊക്കെ ഉപകാരം ഉള്ള സാധനങ്ങൾ എടുക്കാമായിരുന്നു എന്നറിയാമോ. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ ബെഡ്ഷീറ്റ്, കവറ്, അതിൻ്റെയൊക്കെ കേസും അതങ്ങനെയാണ്. നമ്മൾ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് മെഡിസിൻസും നമ്മുടെ ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലുള്ള ഐറ്റംസൊക്കെ നമ്മൾ കൊണ്ടുവരിക. പിന്നെ നമ്മൾ ആ ജാതിക്കാക്കുരുവിൻ്റെ വീഡിയോ, ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ചുക്ക്, കുരുമുളക്, അതുപോലെയുള്ള ഐറ്റംസൊക്കെ അതിൻ്റെ ഒപ്പം കരുതുന്നത് നല്ലതാണ്. കാരണം ഇപ്പോൾ നമുക്ക് ചെറിയൊരു ചുമ വന്നു, ചുമയുടെ ഗുളിക കഴിക്കുന്നതിനേക്കാളും ഒക്കെ ബെറ്ററാണല്ലോ എന്തെങ്കിലും ഇച്ചിരി പൊടിയോ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കുന്നത്. പിന്നെ അതുപോലെയുള്ള സാഹചര്യങ്ങളിലൊക്കെ എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ അത്യാവശ്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് കൂടി വരിക. പിന്നെ നമ്മുടെ പഠിത്തത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, ലാപ്ടോപ്പ് നിർബന്ധമാണെന്നുള്ള കാര്യമൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മിക്കവാറും തന്നെ വേണ്ടി വരും ഒരു ലാപ്ടോപ്പ്. അതേപോലെ നമ്മുടെ ബാക്കിയുള്ള ബുക്സ്, പേന, പേപ്പർ, കുറച്ച് A4 പേപ്പറൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ നല്ലതാണ്. നമുക്ക് അത്യാവശ്യം കണക്ക് കാര്യങ്ങളൊക്കെ എഴുതി വെക്കണ അങ്ങനത്തെ ഒരു ശീലമൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ ഉപകരിക്കും. പിന്നെ നമുക്ക് എല്ലാവർക്കും വേണ്ട പൈസ നമുക്ക് വേണമല്ലോ. അപ്പോൾ പൈസ എന്ന് പറയുമ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്തെ സാഹചര്യം എങ്ങനെയാണ്, പോയ ഉടനെ പാർട്ട് ടൈം കിട്ടുമോ, അതല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്ന കേസാണ്. ഇനിയിപ്പോൾ ഒരു വർക്ക് വിസയ്ക്ക് പോകുന്ന കേസാണെങ്കിൽ പൈസയുടെ കേസൊന്നും ഒത്തിരി നാളത്തേക്കൊന്നും ഉള്ള പൈസയൊന്നും നമ്മൾ കരുതേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഏകദേശം ആ എക്സ്പെൻസ് കാര്യങ്ങൾ ഒരു ആവറേജ് എത്രത്തോളം വരും എന്നുള്ള ഇത് മനസ്സിലാക്കി ഒരു മാസത്തേക്ക് വേണോ, 2 മാസത്തേക്ക് വേണോ, 3 മാസത്തേക്ക് വേണോ, 4 മാസത്തേക്ക് വേണോ എന്നുള്ള രീതിക്ക് നമ്മൾ കരുതുന്നത് ബെറ്ററാണ്. പിന്നെ ധാരാളം ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ. അതൊക്കെ നമുക്ക് നോക്കാം. എന്നാലും അത്യാവശ്യം കുറച്ച് പൈസ കയ്യിൽ നമ്മൾ വെക്കുന്നത് നല്ലതാണ്. പിന്നെ പൈസയുടെ കേസിൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഏതെങ്കിലുമൊക്കെ ചില ഫോറക്സ് കാർഡ് അതും ഇത് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ഒരുപാട് പൈസയൊന്നും കയറ്റിയിട്ടേക്കരുത്. കാരണം അതിൽ നിന്ന് പിന്നെ നമ്മൾ എങ്ങനെയെങ്കിലും വന്നു കഴിഞ്ഞിട്ട് വേറൊരു പ്ലാറ്റ്ഫോമിലേക്ക് അല്ലെങ്കിൽ ഏതിലെങ്കിലേക്കൊക്കെ നമ്മൾ പൈസ മാറ്റുന്ന ടൈമിലൊക്കെ പിടിക്കുന്നത് ഭയങ്കര പൈസയായിരിക്കും. ഏകദേശം ഒരു 3000 രൂപ 4000 രൂപ ആ വകയിൽ പോയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഒരു 3000 രൂപ 4000 രൂപ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരുപാട് കേസുകൾ നടക്കും. ഞാനിപ്പോൾ എനിക്ക് അങ്ങനെ പറ്റിയോണ്ട് പറഞ്ഞാൽ അത് നമ്മളങ്ങനെ ഒരിക്കലും ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പം അങ്ങനെ വേണമെങ്കിൽ തന്നെ അതിൽ നമ്മൾ ഒരു പരിധി കൂടുതൽ ഇടരുത്. അത് നമുക്ക് അബദ്ധമായിരിക്കും. അതിൽ വളരെ കുറച്ച് മാത്രം ഇടാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ നോക്കേണ്ടത് ചില ട്രാവൽ ഐറ്റംസൊക്കെയാണ്. നമ്മൾ ചെറിയ പില്ലോ ഇല്ലേ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി പോസ്റ്റ് അടിച്ചൊക്കെ നമ്മൾ വരണമെങ്കിൽ നമുക്ക് ആ ഒരു സാധനം ഉണ്ടെങ്കിൽ യൂസ്ഫുള്ളാണത്. അതേപോലെ തന്നെ ചെറിയ ലോക്കുകൾ, നമ്മുടെ കയ്യിലുള്ള ചെറിയ ബാഗ് കാര്യങ്ങളൊക്കെ ഒന്ന് ലോക്ക് ചെയ്ത് വെക്കാൻ ചെറിയ ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. എടുക്കണം എന്നുള്ളവന് ഏത് ലോക്കും പൊട്ടിക്കും, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും ഒരു ലോക്ക് പൊട്ടിച്ച് എടുക്കുക, അപ്പോൾ അവന് കുറച്ചുകൂടി പണി പാടാവുമല്ലോ. അപ്പോൾ ചെറിയ ലോക്കൊക്കെ ഇട്ട് വയ്ക്കുന്നത് നല്ലതാണ്. പിന്നെന്താ, ഈ ഫേസ് മാസ്ക്, ഇയർ പ്ലഗ്സ്, അതുപോലെ നമുക്ക് വേണ്ടി വരുന്ന കുറേ സാധനങ്ങളുണ്ടാവും. അതൊക്കെ വേണമെങ്കിൽ എടുക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ സങ്കല്പിച്ച് നോക്കുക, നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് നമ്മുടെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ പല്ല് തേക്കുന്ന തൊട്ട് നമ്മുടെ ബ്രഷ് തൊട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് കിടന്നുറങ്ങുന്നത് വരെ നമുക്ക് വേണ്ടതെന്ന് നോക്കുക. മാത്രമല്ല നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷനിൽ നമുക്ക് കിട്ടാൻ പാടുള്ളത്, എന്നാൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത്, അങ്ങനെയുള്ള സാധനങ്ങൾക്ക് നമ്മൾ എപ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് വിട്ടുപോകരുത് കേട്ടോ.
നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷനിൽ ബുദ്ധിമുട്ടുള്ളത് കിട്ടാൻ, അതുപോലെ നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷനിൽ പെരും വിലയുള്ള സാധനം, ആ സാധനമൊക്കെ നമ്മൾ മാക്സിമം ഉൾപ്പെടുത്താൻ നോക്കുക. നമുക്ക് ആവശ്യമുള്ളത് മാത്രം.